ഈ ഉമ്മത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മഹത്വവും അള്ളാഹു ആദരിച്ച രൂപമൊക്കെ അറിയുകയാണെങ്കിൽ ഞാൻ ഖുത്ബയിൽ ഉൾപ്പെടുത്തിയ ഒരു വാക്കതാണ്, ലഹ്തഫലത്തിൽ ഉമ്മത്തു ബിന്നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഫീ കുല്ലി നഫസിൻ. ഹബീബ നബിയുടെ ഔന്നത്യം ഈ ഉമ്മത്ത് അറിയുകയാണെങ്കിൽ എല്ലാ ശ്വാസവും മുത്ത് നബിയുടെ ആഘോഷമാക്കി മാറ്റുമായിരുന്നു. റബീഉൽ അവ്വൽ മാത്രമല്ല, എല്ലാ കൊല്ലവും, എല്ലാ മാസവും, എല്ലാ ആഴ്ചയും, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും മാത്രമല്ല, എല്ലാ ശ്വാസവും നബി ആഘോഷമാണ് ആശിഖീങ്ങൾക്ക്. അതാണ് ഖുർആൻ പറയുന്നത്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നബിദിനം എന്നൊരു വാക്ക് പോലും ഈ ആയത്തിലില്ല. പിന്നെ നബിദിനത്തിന് ഞാനടക്കം അത് തെളിവ് പറയാറുണ്ട്. എന്തേ? നബിദിനം കഴിഞ്ഞ പ്രോഗ്രാമുകൾ അത് ഇതിന്റെ പരിധിയിൽ പെടുന്നതാണ്, അതിനു വേണ്ടി പറയാണ്. അല്ലാതെ ആയത്തിൽ നബിദിനം എന്ന ചർച്ച ഒന്നുമില്ല. നബി ആഘോഷമാണ്, ജീവിതം മുഴുവനും നബി ആഘോഷമാണ് വിശ്വാസിക്ക്. പ്രത്യേകിച്ച് ഹബീബ നബിയെ നെഞ്ചിലേറ്റുന്ന ഒരു മുഹിബ്ബായ വ്യക്തിയെ പേടിച്ചെടുത്തോളം അവന്റെ ശ്വാസവും അവന്റെ നാടിമിടിപ്പും അവന്റെ തേട്ടവും അവന്റെ നോട്ടവും അവന്റെ കാമവും അവന്റെ മോഹവും അവന്റെ ചലനങ്ങളും അവന്റെ ജീവിതം മൊത്തം നബിയാഘോഷമാണ്. അത്ര വലിയ മക്കാമിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ര വലിയ മക്കാമിലാണ് ഹബീബ നബിയെ അള്ളാഹു ആദരിച്ച രീതി നിങ്ങൾക്ക് അറിയോ? നമ്മൾ കരുതിയ ഒന്നല്ല, അതിൻ്റെയൊക്കെ അത്ര മേലെയാണ്. ഒരിക്കൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്തഫ നബി അബൂ സഈദ് എന്നവരെ വിളിച്ചു, യാ അബാ സഈദ് തആൽ. അപ്പൊ അവര് കരുതി അള്ളഹാനോടുള്ള മുനാജാത്തല്ലേ, നിസ്കരിക്കല്ലേ, സലാം വീട്ടിയതിനു ശേഷം പോയാക്കാന്ന് കരുതിയിട്ട് നിസ്കാരത്തിൽ ഇഖ്ലാസ് കൊണ്ടിട്ട് അവർ സലാം അടക്കിയതിനു ശേഷം മുസ്തഫ നബിന്റെ അടുത്ത് വന്നിട്ട് ലബ്ബൈക വ സഅദൈക യാ റസൂലല്ലാഹ്. അങ്ങനെയാണ് സഹാബാക്കൾ ഹബീബ് വിളിച്ചാൽ ഉത്തരം കൊടുക്കുക, ലബ്ബൈക വ സഅദൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തേ ഇത്ര ലൈറ്റായി എന്ന് വെച്ച്. ഇവിടെ പല ആളുകൾ ഇരിക്കുന്നുണ്ടാവും, ഹബീബിന്റെ റൂഹ് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടാവും, ദാത്ത് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടാവും, ബാഹ്യമായ ചരിത്രം മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടാവും, ഒരു റസൂല് ഒരു ഖുർആൻ കൊണ്ടുവന്ന ആള് എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടാവും, പരമാവധി മഹാനാന്ന് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടാവും. അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടി കയറണം ഈ വരികളെ കൊണ്ട്, ഒന്നും കൂടി ഇങ്ങോട്ട് കയറണം. എന്നിട്ട് പിന്നെ വേറെ 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 വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, അങ്ങനെ പോകും. ലാ നിഹായത ല, അതിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മഹാനവറുകൾ കരുതി അള്ളഹാനോടുള്ള മുനാജാത്തല്ലേ, പടച്ചോന്റെ മുമ്പിലല്ലേ, റസൂല് ഖൽഖല്ലേ, ഇത് ഖാലിഖിന്റെ മുമ്പിലുള്ള മുനാജാത്തല്ലേ, ഇവിടെ കളിക്കാൻ നിൽക്കുക. അപ്പൊ വലിയ ഇഖ്ലാസിൽ സലാമൊക്കെ വിട്ടതിനു ശേഷം ഇനി ഖൽഖിലേക്ക് തിരിയാ, ഖാലിഖിനോടുള്ള മുനാജത്ത് കഴിഞ്ഞു, ഇനി ഖൽഖിലേക്ക് തിരിയാ. ലബ്ബൈക സഅദൈക യാ റസൂലല്ലാഹ്. അതവിടെ ഇരിക്കട്ടെ, എന്തേ പത്ര ലൈറ്റ് ആയത്? ഞാൻ നിസ്കരിക്കരുത് നബിയെന്ന്, നിസ്കരിക്കേ. അമാ തസ്മഉ ഖൗലല്ലാഹ്. അപ്പൊ ഈ അള്ളാന്റെ വർത്താനം കേട്ടിട്ടില്ലേ? വസ്തജീബൂ ലില്ലാഹി വലിറസൂലിഹി ഇദാ ദഅാകും. അല്ലാഹു റസൂലും വിളിച്ചാൽ ഉടനടി ഞൊട്ടിയിട്ടയിൽ പെട്ടെന്ന് ഉത്തരം കൊടുക്കണമെന്ന് അള്ളല്ല പറഞ്ഞത്. എന്താ ഇതിന്റെ വായന? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ആയത്തോണ്ടും ഹദീസോണ്ടും ഫിഖോണ്ടും ഞാൻ തെളിയിക്കും. ആർക്കും വരാം, ഏത് വമ്പന്മാർക്കും വരാം. ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ തോന്നില്ല. ഞാൻ ഇവിടെ ജുമാ നിസ്കരിക്കാം, അത്തയ്യാത്തിലിരിക്കുമ്പോ അവിടുന്ന് എന്നെ വിളിച്ചു മുഹമ്മദ് റസൂലുള്ളാഹ്. സങ്കല്പിക്കാം, ഇഷ്കിൽ അങ്ങനൊക്കെ സങ്കല്പിക്കാം, കിട്ടുമല്ലോ എന്നുള്ള വേറെ കാര്യം. വിളിച്ചു, ജീവിതകാലത്താണ്, വഫാത്തിന് ശേഷം മറ്റൊരു വിളിച്ചാൽ അത്തയ്യാത്തിൽ നീച്ചിട്ട് ഞാൻ പോവാം. എന്റെ നബിയെ വല്ല ചുടുവെള്ളം എടുത്തോടന്നാ, എന്റെ റൂമിൽ പോയിട്ട് ചുടുവെള്ളം എടുത്തോടന്നിട്ട് റസൂലുള്ളാഹിനെ കുടിപ്പിച്ചിട്ട് എനിക്ക് വന്നിട്ട് ബാക്കിയാണ് നിസ്കരിച്ചാൽ മതി. ഇതാണ് മസല, അതാണ് മസല. ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ആ റസൂലിന് വിളിക്കുത്തരം നൽകാൻ എത്ര സമയം എടുത്താലും നിസ്കാരം ബാത്തിലാവൂല. അല്ലെങ്കിലോ അർത്ഥമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എന്ത് സംഭവം തങ്ങൾ തുറച്ചു നോക്കണ? എന്റെ തലയിൽ വേറൊന്നും കയറിയിട്ടില്ല, ഞാൻ പറയണത് മദ്ഹ് തന്നെയാണ്. ഇത് തെളിയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ ഓതുമല്ല, എഴുതിയാണ്ട് വെച്ചോളി. അത് ബടായി വിടല്ല, ഇത് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചിട്ട് പറയാം. ഇത് തെളിയിക്കാൻ എനിക്ക് കിതാബ് കൊണ്ട് പറ്റില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ ഓതൂല.
എന്താ നിങ്ങൾ കരുതി ആരാണ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ കരുതിയത്? ഇത് സാധാരണ ഹൽക്കല്ല. ഫാറുൽ നിസ്കാരം മുറിച്ചോളണം, റസൂലുള്ളാഹിനെ വിളിക്കാണ്ട് ഉത്തരം നൽകണം. ഫി ഹയാത്തിഹി മുഹമ്മദ് മുസ്തഫ. നമ്മൾ കരുതിയ മക്കാമിലൊന്നുമല്ല ഇയാള്. അതുകൊണ്ട് റബീഉൽ അവ്വൽ ഒതുങ്ങണല്ല ഇത് ജീവിതം മുഴുവനും ആഘോഷമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു ആദരിച്ചതിന്റെ രൂപം കണ്ടോ നിങ്ങള്? അള്ളാഹു സുബ്ഹാനഹു ഒരഭിപ്രായത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു ഉമറുൽ ഫാറൂഖും റസൂലുള്ളാഹിനും തമ്മിൽ ഒരു ചർച്ച നടത്തി. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സംസാരം നടത്തിയപ്പോ സിദ്ദീഖ് എന്നവർ അവരഭിപ്രായം പറഞ്ഞു, മുഖത്താ പറഞ്ഞു അത് ശരിയല്ല. അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എതിര് വരല്ല പരിപാടി. ഒക്കെ ഉണ്ടാവും, സ്നേഹലോകത്തൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ പിണക്കുണ്ടാവില്ല, തർക്കമുണ്ടാവില്ല എന്നേരം പറഞ്ഞു. ഒക്കെ ഉണ്ടാവും. എവിടെയെങ്കിലും തർക്കം ഉണ്ടാവുമ്പോഴേക്ക് ആകെ കൊള്ളാല. തർക്കം ഉണ്ടായാണ് ശരിയായ വേണ്ടത്. സ്നേഹത്തിന്റെ അടിയിൽ തന്നെ തർക്കം ഉണ്ടാവില്ല, വാശിയൊക്കെ ഉണ്ടാവില്ല, ഒക്കെ ഉണ്ടാവും. സഹാബാക്കളെ ഉണ്ടായത് പിന്നെ അതിനേക്കാളും വലിയ ഔലിയാക്കൾ നിങ്ങൾ എല്ലാവരുടെ ഇടയിലും ഒരു വരയിലും ബാപ്പാന്റെയും കുട്ടികളൊക്കെ ഇടയിലുണ്ടാവും. അതിന് നന്നാവുകയാണ് വേണ്ടത്. മഹല്ലിലുണ്ടാവും, കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും, തർക്കം ഉണ്ടാവും. തർക്കമില്ലാതൊന്നുമല്ലോ. ആയിഷാ ബിന്റെ റസൂലുള്ളാഹിന്റെ ഇടയിൽ തർക്കം ഉണ്ടായിട്ടില്ലേ? അതിനേക്കാളും വലിയ അപ്പുറത്തപ്പ നമ്മളൊക്കെ ഉള്ളത്. തർക്കം ഉണ്ടാവും, ശരിയാവാണ് വേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുന്നവര് പറഞ്ഞു എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എതിര് പറയണം. ഞാൻ എതിര് പറഞ്ഞു എന്നല്ല, ഞാൻ ഹക്ക് പറഞ്ഞാണ്. ശബ്ദം കുറച്ച് ഓവറായി. ഒരഭിപ്രായ പ്രകാരം ഈ രണ്ടാളെ ചർച്ചയിലാണ് സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്താണ് ഇറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോൾ ഹബീബിന്റെ വോയിസിനേക്കാൾ ശബ്ദം കൂട്ടി സംസാരിക്കല്ലേ. വലാ തജ്ഹറൂ, ഒച്ച വെച്ച് സംസാരിക്കല്ലേ. കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ മുസ്തഫ നബിയുടെ മജ്ലിസിനെ കാണല്ലേ. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഈ ആശയം കൊണ്ടുവരാൻ മലക്ക് ജിബ്രീൽ. അതിന് ശേഷം വഫാത്ത് വരെ സിദ്ദീഖ് സംസാരിക്കുമ്പോൾ അത് കേൾക്കണമെങ്കിൽ റസൂലുള്ള ചെകിട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇതിനുശേഷം ഉമറുൽ ഫാറൂഖ് വെള്ളത്തിൽ മന്ത്രി ചൂതണ മാതിരിയാണ് പിന്നെ സംസാരിക്കുന്നത്. ഈ ആയത്താണ്ട് ഇറങ്ങിയപ്പോ ഹബീബിന്റെ സഹാബാക്കളെ കൂട്ടത്തിൽ ചെവിടിന് കേൾവി കമ്മിയുള്ള ഒരാളുണ്ട്, സാബിത്ത് ബിൻ ഖൈസ്. ചില ആളുകളായി എഴുതിയിട്ടുള്ളത് ഖൈസ് ബിൻ സാബിത്ത് എന്നാണ്, തെറ്റാന്നിട്ട് സാബിത്ത് ബിൻ ഖൈസ് എന്നാണ് പേര്. അവർക്ക് ചെവിടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പൊതുവെ ചെവിട് കേൾവി കമ്മിയുള്ള ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവര് സംസാരിക്കുന്ന എപ്പോഴും എന്തായിരിക്കും, നിങ്ങളെന്താ മിണ്ടാത്തത്, ചോറ് ഞാനും കഴിച്ചില്ലേ, നിങ്ങളെന്താ ഈ പറയണ, നിങ്ങൾക്കൊക്കെ നോമ്പും ഞാനൊരു പള്ളപ്പുവാ. അവരെ ഈ നിങ്ങൾ കേട്ടിക്കണ എനിക്കറിയാം, എന്നോട് കേൾവി കുറവുള്ള ഒരുപാട് ആൾക്കാർ സംസാരിക്കലുണ്ട്. സലാം പറയലെന്നെ അസ്സലാമു അലൈക്കും. കാരണം മൂപ്പരെ ബോധി മൂപ്പര് കേൾക്കുന്ന കാര്യം നമ്മളും കേൾക്കാറാ. മൂപ്പർക്ക് എന്തെങ്കിലും സംസാരിക്കണം, കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ എല്ലാരോടും പൂസ. ഈ സാബിത്ത് എന്നവരങ്ങനെയാണ്, സംസാരിക്കുമ്പോ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കും, കാരണം ചെവിട് കമ്മിയുള്ള ആളാ. ഈ ആയത്ത് കണ്ട് ഇറങ്ങി അതിനാണ്ട് അർത്ഥം വെച്ചപ്പോ പൊരയിലൊരു കുതിരാലയുണ്ട്, അതിൽ പോയിട്ട് കവുന്നിടുന്നാണ് കരയാൻ തുടങ്ങി. ഭാര്യ വെച്ച് എന്തേന്ന് വെച്ച് എനിക്കെതിരെ ആയത്ത് ഇറങ്ങിക്കണെന്ന് പറഞ്ഞു. അതാണ് സ്വഹാബാക്കളൈമാര്. ഇറങ്ങിയത് അവർക്കെതിരല്ല, എനിക്കെതിരെ ആയത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സാബിത്ത് കുതിരയാണ്, എന്റെ അമലൊക്കെ പൊളിഞ്ഞു പോയി. കാരണം ആയത്തിലുള്ള സൈഡ് എഫക്ട് അതാണ്, അന്തഹബത്താഴ്മാലുക്കും നിങ്ങൾ അമല് പൊളിഞ്ഞു പോകുന്നതായിരുന്നു. അപ്പൊ അങ്ങോട്ട് പേടിയായി കുതിരാലയത്തെ കയറിയിട്ട് ഒച്ചം വിളിയിട്ട് ഭയങ്കര കരച്ചില്. പള്ളിയിലൊട്ട് വരണില്ല, ജമാഅത്ത് അങ്ങനെ നടക്കുന്നത്. സാബിത്ത് മുന്നിൽ വന്നിരിക്കുന്ന ആളാ, പള്ളിയിൽ കാണില്ല. 2-3 വക്തിന് കാണാതെ അപ്പൊ തങ്ങൾ വെച്ചു, നമ്മള് സാബിത്ത് എവിടെന്ന് വെച്ചു. സാബിത്ത് പുരയിലിരുന്ന കാര്യമാണ്, ജമാഅത്തിനൊന്നും വരണില്ല എന്ന് എന്നിട്ട് വിളിക്കാറ്. സാബിതേ എന്തേ ഇപ്പൊ നമ്മളെ കൂടെ ജമാഅത്ത് പറ്റില്ലെന്ന് വെച്ച് അതിലുകൊണ്ട് കരഞ്ഞ് തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു, മുത്തനബിയെ ഞാൻ എങ്ങനെ വരാനാണ്, ഞാൻ കുറച്ച് ഒച്ചയിൽ സംസാരിക്കുന്ന ആളല്ലേ. ഇന്നലെ ആയത്ത് ഇറങ്ങിയത് ഹബീബിന്റെ മജ്ലിസിൽ വെച്ചിട്ട് വോയിസ് കൂട്ടിയാൽ അമലൊക്കെ പൊളിഞ്ഞു പോകുന്നല്ലേ. ഇന്നി അഖാഫു അൻ യകൂന അമലി, എന്റെ അമല് പൊളിഞ്ഞു പോണേ, എനിക്ക് പേടിയാണ് നബിയെ. അതുകൊണ്ട് പള്ളിക്ക് ഈ ഏരിയക്ക് ഞാൻ ചവിട്ടൂല യാ റസൂലല്ലാഹ്.
ആ മനസ്സിന്റെ ഉള്ളിലെ ബഹുമാനവും അനുരാഗവും ആദരവും അള്ളാഹുവിന്റെ അധ്യാപനത്തിന്റെ മുമ്പിൽ ഹാർട്ടടിച്ചുകൊണ്ട് ഭയപ്പെട്ട് നൊന്ത് വേദനിച്ച് ഹബീബിന്റെ മുമ്പിൽ ചാലിട്ടൊഴുക്കി കണ്ണുനീര് ഊറ്റി ഊറ്റി വീഴ്ത്തുന്ന സാബിത്തിന്റെ നെഞ്ചകം തടവിയിട്ട് പുന്നാര മുസ്തഫ പറയുകയാണ്, സാബിത്തേ കരയണ്ട, നിങ്ങൾ എന്റെ മജ്‌ലിസിൽ ഇന്ന് വരെ അനാദരവോടെ സംസാരിച്ചിട്ടില്ല. ആ പറയുന്നത് എന്റെ മജ്‌ലിസ് പരിഗണിക്കാതെ ഒച്ച വെക്കുന്നതിനെ കുറിച്ചാണ്. സാബിത്തേ അമാതല്ലാ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അന്ത ഈശ ബിൽ ഖൈർ വ അന്ത മൂത ബിൽ ഖൈർ ഇന്നക മിൻ അഹ്ലിൽ ജന്ന. സാബിത്തിനെ പ്രൈസ് അടിച്ചു പോയി. സൗഭാഗ്യത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടി, സ്വർഗത്തിന്റെ താക്കോല് കിട്ടി. മുസ്തഫ നബിയോടുള്ള ഹൃദയത്തിലെ അത്യാദര പ്രഖ്യാപനം കൊണ്ട് ഭൂലോകത്ത് ഒരു ഭൂവാസിക്ക് കിട്ടേണ്ട സൗഭാഗ്യത്തിന്റെ മുഴുവൻ അംഗീകാരങ്ങളും സാബിത്തിന് കിട്ടിപ്പോയി. സാബിത്തേ, ഇനി നീ ജീവിക്കുന്ന സമയത്ത് ഹൈറുമായിട്ട് മാത്രമാണ് ജീവിക്കല്. നിന്റെ മരണോ ഹൈറിലാണ് സാബിത്തേ. ഇന്നക മിൻ അഹ്ലിൽ ജന്ന. പിന്നെ മരിച്ചാൽ എന്താകുമെന്ന അന്താളിപ്പല്ലേ ഒരു മനുഷ്യന്റെ ആശങ്കയെങ്കില് സാബിത്തേ, നിന്റെ പരലോക പ്രവേശനം സ്വർഗത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വലവാത്തി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. അസ്സലാമു അലൈകാ ത്വഹ യാ മുഹമ്മദ്. അസ്സലാമു അലൈകാ ത്വഹ യാ മുമജ്ജദ്. അല്ലാഹു 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 അല്ലാഹ്. എത്ര പറഞ്ഞാലും തീരാത്ത ഹൃദയാവർച്ചകമായ ഹൃദയഹാരിയായ ഹൃദയത്തിന്റെ അഭിലാഷമായ ഹൃദയത്തിന്റെ രോമാഞ്ചമായ ജിസ്മിനൊരു രോമാഞ്ചമുണ്ട്. അത് പെണ്ണിനെ കാണുമ്പോ, പൊന്നിനെ കാണുമ്പോ, പണം കാണുമ്പോ, പ്രതാപം കാണുമ്പോ, പവിഴം കാണുമ്പോ, പഴം കാണുമ്പോ, ഭക്ഷണം കാണുമ്പോ, ആഡംബരം കാണുമ്പോ, ആനന്ദം കാണുമ്പോ, ഭൗതിക വിഭവങ്ങൾ കാണുമ്പോ, ഭൗതികമായ എച്ചിൽ വേസ്റ്റുകൾ കാണുമ്പോ, ഭൗതികമായ പ്രിയം കാണുമ്പോൾ, ഭൗതികമായ ആഡംബരത്തിന്റെ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ മേലാപ്പുകൾ കാണുമ്പോ, പൊങ്കാല കേൾക്കുമ്പോഴൊക്കെ രോമാഞ്ചമാകാറുണ്ട്. എന്നാൽ റൂഹിന്റെ രോമാഞ്ചം മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിലേക്ക് ഹൃദയം കൊണ്ട് ഓടി അണയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. ഇവിടെ റബീഉൽ അവ്വലിനൊക്കെ ഒരുപാട് സഹായിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. നട്ടുച്ച സമയത്ത് പള്ളിയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖിനെ വാഴ്ത്തി പറഞ്ഞതും പ്രകീർത്തനം പറഞ്ഞതും അതിനുവേണ്ടി ഇരുന്നതും വലിയ അമലായി നീ കബൂലാക്കണേ അല്ലാഹ്.
ഈ മഹലിലുള്ള ആഘോഷ സംരംഭത്തിലേക്ക് അരി തന്നവരുണ്ട്, പണം തന്നവരുണ്ട്, ഒരു പോത്തിനെ തന്നെ നേരെ തന്നവരുണ്ട്, ഇറച്ചിക്ക് കാശ് തന്നവരുണ്ട്, വെള്ളിയാഴ്ചയിൽ തന്നെ പിരിച്ചപ്പോൾ ധാരാളം മാംസമേറ്റവരുണ്ട്. റബ്ബേ, ചെറുതും വലുതുമായി ആരൊക്കെ എന്തൊക്കെ എന്തിനൊക്കെ തന്നോ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. പ്രധാന ലക്ഷ്യമായ ഹബീബിന്റെ കൂടെയുള്ള പാർപ്പിടം നീ പരലോകത്ത് സ്വർഗത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീറുന്ന പുകയുന്ന പ്രശ്നങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ്. രോഗമുള്ളവരുണ്ട്, പണിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, കടത്തിൽ കുടുങ്ങിയവരുണ്ട്. ഓരോന്ന് എണ്ണി എണ്ണി നിന്നോട് പറയേണ്ടതില്ല. എല്ലാവരുടെയും പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. അസ്വസ്ഥതകൾ പോക്കണേ അല്ലാ. ബലഹീനത നീക്കണേ അല്ലാ. ക്ഷീണം അകറ്റണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. പദ്ധതികൾ വിജയിപ്പിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കള് നൽകണേ റബ്ബേ. പണിയില്ലാത്തവർക്ക് പണി നൽകണേ റബ്ബേ. ശമ്പളമില്ലാത്തവർക്ക് ശമ്പളം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഹബീബായ മുത്ത് മുസ്തഫാനെ ആദരിച്ചത് കൊണ്ട് സാബിത്ത് ബിൻ ഖൈസിന് കിട്ടിയത് വലിയ സമ്മാനമാണ്. മദ്ഹ് പറഞ്ഞ കാരണത്താൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉദ്ദേശങ്ങളും സമ്മാനങ്ങളും ആഘോഷങ്ങളും മനസ്സിന്റെ നിർവൃതിയും ആശ്വാസവും സമാധാനവും മനക്കരുത്തും ഈമാനും യഖീനും പൊളിഞ്ഞു പോകാത്ത തുമഅ്നീനത്തും ആരുടെ മുമ്പിലും പതറാത്ത ഖൽബും ദീനി ഇസ്സത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആളുകൾക്ക് ഇതിന്റെ സവാബിന്റെ ഓഹരി ഈ സ്പോട്ടിൽ തന്നെ എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബക്കാർ, കൂടെ പഠിച്ചവർ, അയൽവാസികള്, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിറങ്ങുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരിൽ ആരെങ്കിലും എന്തിന്റെങ്കിലും പേരിൽ നേരിയ അദാബെങ്കിലും സഹിക്കുന്നുവെങ്കിൽ അദാബ് അവരെ തൊട്ട് ഈ സമയം തന്നെ നീക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തേക്ക് അഷ്റഫുൽ ഖൽഖിന്റെ ബറക്കത്ത് കൊണ്ട് ഖബർ പ്രവിശാലമാക്കണേ അല്ലാഹ്. പ്രവിശാലമാക്കപ്പെട്ട ഖബറിൽ പ്രകാശം ചൊരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മഹല്ലിന് ഐക്യം നൽകണേ അല്ലാഹ്. അഖണ്ഡത നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അനുഗ്രഹം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم